പിന്നെ എന്നാന്നേ ജീപ്പ് ഒന്ന് കത്തിച്ചോണ്ട് കാര്യമൊന്നുമില്ല. പ്ലാപ്പറമ്പിലെ ഈനാശുവിന് കാശുണ്ടാക്കാനാണെങ്കിൽ എന്തോരം പ്രോഗ്രാമുകളുണ്ട്. തിരുവല്ല ചന്തയിലേക്ക് ഗാന്ധി തലയുടെ ഒരു കെട്ട് നോട്ടുമായിട്ട് ചെന്നാ മതി, വൈകുന്നേരം ഇരട്ടിച്ചെടുക്കാന്നേ. പിന്നെന്നാ ഡോക്ടർ പൽപ്പു എന്റെ അപ്പനായതുകൊണ്ടല്ല മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ വിശുദ്ധ പുണ്യാളന്മാർക്ക് ഉണ്ടായതുപോലെ ഒരു വെളിപാട് ഈ നാശുവിനുണ്ടായി. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഒറിജിനൽ കർത്താവ് ഇങ്ങനെ JCB പോലെ. എടാ കൂവേ, വിശുദ്ധ അസീസിക്കുണ്ടായ വെളിപാടിനെ കുറിച്ച് നീ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇല്ല. എന്നിട്ട് പറഞ്ഞു, പിഴച്ചുപോയ കുഞ്ഞാടുകളെ ഉപദേശിച്ച് വിശക്കുരന്മാരാക്കുവാന്ന്. അല്ലാതെ തന്നെ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. അത് കലക്കി. എടാ ഒന്നുമില്ലെങ്കിൽ നിന്റെ അപ്പന്റെ പ്രായമില്ല എനിക്ക്. അപ്പന്റെ പ്രായമുള്ളവരെ അപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ചിറ്റപ്പാന്ന് വിളിക്കാല്ല, അതായത് ചെറ്റ വിളിക്കാലോ. ഏത് ചെറ്റയ്ക്കും വിളിക്കാലോ. ഞാൻ വിളിക്കാടാ അപ്പൊ ചിറ്റപ്പ. എന്തോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരേ പ്രായമല്ലടാ. അത് പിന്നെ കണ്ടാലോ അറിയാല. എന്നാ ചിറ്റപ്പൻ ഒരെണ്ണം ഒഴിക്ക്. എടിയേ ശ്വാസമ്മേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി. നിന്റെ മരുമകൻ എന്തൊക്കെ ചലമ്പണ്. മനുഷ്യനെ ആ പെങ്കുച്ചകത്ത് കേട്ടോണ്ടിരിക്കട്ടോ. അവളെ മോളിലത്തെ മുറിയിലത്തെ കൂട്ടാൻ എന്നോട് പറഞ്ഞില്ലേ? കാര്യമൊക്കെ കാര്യം, പക്ഷെ കല്യാണത്തിന് മുമ്പ് പിള്ളേര് തമ്മിൽ അടുത്തിടപഴകുന്നത് എനിക്കിഷ്ടമല്ല. അക്കാര്യത്തിൽ ഞാനൊരു തറവാടിയാ. ഒന്നൊഴിക്ക്. പറവാടി. നാളെ മുതൽ നാട്ടുകാരും പോലീസും കോടതിയും പട്ടാളവും എല്ലാരും കൂടി ഈ മെരിറ്റ് സഹോദരന്മാരുടെ നട്ടല്ലിന്റെ മോളിൽ കയറി കുച്ചിപ്പുടിയും സിനിമാറ്റിക് ഡാൻസും കളിക്കും. മനസ്സിലായ? വന്നല്ല. ഈ കുട്ടികളുടെ ഒരു കാര്യമേ, ആളിരിക്കുന്നൊരു നാണോ ഇല്ല. നീ നിഷ്കളങ്കരായ ഞങ്ങളെ ചിറ്റപ്പൻ എന്തിനാണ് വെള്ളം അടുപ്പിച്ചതെന്ന് എനിക്ക് പറയണം. വയലന്റ് ആയാൻ ഇവിടെ അല്ല, കോളേജിൽ മെരിറ്റ് സീറ്റ് കയറിയ ദരിദ്രവാസികളെ ദ്രോഹിച്ച് വെറുപ്പിച്ച് നരകിപ്പിച്ച് പുറത്താക്കണം. പിന്നെ സീറ്റ് ഒന്നിന് എത്രയാണെന്ന് അറിയോ? ബാക്കി കാര്യം ഞാനേ. ഓക്കേ.